ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. ഞാൻ എൽദോസ് രാജു. ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ താമരയിലെ വില്ലന്മാർ അല്ലെങ്കിൽ താമരയുടെ വില്ലന്മാർ അതാരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ വില്ലന്മാരെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനു മുന്നേ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മൾ താമരകളിൽ ജൈവ കീടനാശിനികളും രാസ കീടനാശിനികളും ഉപയോഗിക്കുന്നതിൽ ഒരുപാട് പരിമിതിയുണ്ട്. അത് മറ്റൊന്നുമില്ല, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. താമര എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ഇലകളിൽ ഈ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ അടങ്ങിയ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇലയിൽ പറ്റിപ്പിടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും അല്ലെങ്കിൽ നിങ്ങളത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഇലകളിലേക്ക് അത് തെറിക്കുകയും ആ ഇലകളും തന്നെ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊന്നുമല്ല, പേഴ്സണലി രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നതിൽ ഞാൻ വ്യക്തിപരമായിട്ട് എതിരാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ, പെറ്റ്സ്, ഇതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ്. ഞാൻ അത് പേഴ്സണലി നിങ്ങളെ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ തോതിൽ ഒരു കീടാക്രമണം ഈ താമരകളിൽ കണ്ടുവന്നിട്ടില്ല. പക്ഷേ അത് വരാൻ പാടില്ല എന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സംയോജിതമായിട്ടുള്ള ഒരിടപെടൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം താമരയ്ക്ക് വേണ്ടി കണ്ടെത്തണം. കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ മുളയിലെ തന്നെ അത് നുള്ളിക്കളയുവാനായിട്ട് സാധിക്കും. അപ്പോൾ പൊതുവേ നമ്മളിങ്ങനെ പുതിയ ഇലയുടെ നാമ്പുകൾ, അതുപോലെ തന്നെ ഇലയുടെ അടിവശങ്ങൾ, അതുപോലെ തന്നെ പുതിയ ബഡ് വരുമ്പോൾ അതിൻ്റെ അറ്റം, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഈ കീടങ്ങൾ മുട്ടയിടുകയും അല്ലെങ്കിൽ അത് പെരുകുകയും ചെയ്യുന്നത്. കോമൺ ആയിട്ട് 5 ഇനം കീടങ്ങളെയാണ് നമ്മൾ പൊതുവെ താമരകളിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എഫിഡുകളെ പറ്റിയാണ്. എഫിഡ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് പൊതുവായിട്ട് താമരയുടെ പുതിയ നാമ്പുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ വിത്തിൽ നിന്ന് മുളപ്പിക്കുന്ന താമരയാണെങ്കിൽ അതിൽ, അല്ലെങ്കിൽ പുതിയ ഒരു ഇനം വെറൈറ്റി നമ്മൾ നടുകയാണെങ്കിൽ അതിൻ്റെ നാമ്പുകൾ, അല്ലെങ്കിൽ ഒരു പുതിയ മൊട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും എഫിഡുകൾ വന്ന് കയറിക്കൂടുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ എല്ലാ താമരകളിലും കയറി പിടിക്കുകയും താമരയുടെ വളർച്ച തന്നെ മുരടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി അത് ചെയ്യേണ്ട ഒരു കാര്യം, വെള്ളം അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് അത് സ്പ്രേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ആ ഒരു എഫിഡുകൾ അതിൽ നിന്ന് തെറിച്ചു പോവുകയും അങ്ങനെ നമുക്കതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലൗസൊക്കെ ഇട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അത് പതുക്കെ ആ ഒരു സ്റ്റെമ്മിൽ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഭാഗത്തൊന്ന് തുടച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ എഫിഡുകളെ തുടക്കത്തിലേ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇത് വളരെ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഹോം റെമഡി എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ അല്പം മുളക്, കാന്താരി മുളക്, ഇത് നല്ലപോലെ അരച്ച് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ആ വെള്ളം നല്ലപോലെ ഊറ്റിയെടുത്ത് ആ ഒരു ഹാൻഡ് സ്പ്രേയറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇലയുടെ അടിയിൽ അതുപോലെ ഈ നാമ്പിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ എഫിഡുകൾ നമ്മുടെ കൺട്രോൾ വിട്ടുപോയി നമ്മുടെ എല്ലാ താമരകളിലും കയറി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കീടനാശിനികൾ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓർഗനോ ഫോസ്ഫറസ് ഇനത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു കീടനാശിനികൾ, അത് വളരെ മിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 1:1000 എന്ന രീതിയിൽ അത് മിതമായിട്ട് തന്നെ നിങ്ങളത് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെറിയൊരു സ്പ്രേയർ ബോട്ടിലെടുത്ത് അത് ഇലയുടെ അടിവശത്തും അത് ഈ എഫിഡുകളുള്ള സ്ഥലത്ത് മാത്രം അടിച്ചു കൊടുക്കുക. പിന്നെ എല്ലാ സേഫ്റ്റി മാനദണ്ഡങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാസ്ക് കണ്ണിൽ പോകാതെ നോക്കുക, ഗ്ലാസ് വയ്ക്കുക, അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസ് ഇടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുവാനായിട്ട്. ഇനി നമുക്ക് തലവേദന സൃഷ്ടിക്കുന്ന മറ്റൊരു കീടമാണ് ഇലതീനി പുഴുക്കൾ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, അത് പലതരത്തിലുള്ള ഇലതീനി പുഴുക്കളുണ്ട്. എന്നിരുന്നാലും നമുക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പുഴുക്കളാണ്.
അത് മറ്റൊന്നുമല്ല സ്പോഡോപ്റ്റെറ ലിറ്റൂറ എന്ന് പറയുന്ന ഒരു നിശാശലഭത്തിൻ്റെ ലാർവകളാണ്. ഈ ഇനത്തിൽപ്പെടുന്ന നിശാശലഭങ്ങൾ എന്ത് ചെയ്യും? അവ സന്ധ്യാസമയങ്ങൾ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഇലയുടെ അടിവശത്ത് വന്ന് മുട്ടയിട്ട് പോകും. പൊതുവേ നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇത് മുട്ട വിരിയും, അത് പുഴുക്കളായി മാറും അല്ലെങ്കിൽ ലാർവകളായിട്ട് മാറും. അത് ഒറ്റ ആഴ്ച കൊണ്ടായിരിക്കും, അത് വളരെ വലുതായി കൊഴുത്ത് കഴിയുമ്പോഴായിരിക്കും നമ്മളതിനെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഇലകളെല്ലാം തന്നെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ടാകും. ഇനി ഇങ്ങനെയുള്ള ലാർവകളെ അല്ലെങ്കിൽ പുഴുക്കളെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതിന് മറ്റൊരു മാർഗവുമില്ല. നമ്മൾ രാവിലെ ഇറങ്ങി അതൊന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ പൂ മാത്രം കാണാതെ ആ ചെടിയുടെ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണെങ്കിൽ പോലും അതിൻ്റെ അടിവശത്തൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്തെങ്കിലും ഒരു മുട്ടയുടെ ലക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പുഴുവിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അത് അപ്പാടെ തന്നെ ഒടിച്ച് അത് നശിപ്പിച്ച് കളയുന്നതായിരിക്കും നല്ലത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കയ്യിലോ ദേഹത്തോ ഒക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിന്നിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം അത് ചെയ്യുവാനായിട്ട്. ഇനിയിപ്പോൾ അതും സാധിക്കുന്നില്ല എങ്കിൽ വളരെ നേർപ്പിച്ച സോപ്പ് ലായനി ഒരു ചെറിയ സ്പ്രെയർ ബോട്ടിലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു സോപ്പ് ലായനി ഈ പറയുന്ന മുട്ടയുടെ മുകളിൽ ഒരു ആവരണം പോലെ നിൽക്കുകയും അതിന് പിന്നീട് ഓക്സിജൻ കിട്ടാതെ വരികയും അങ്ങനെ അത് നശിച്ചു പോവുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. ഇനി പറയാൻ പോകുന്നത് മറ്റൊന്നിനെ പറ്റിയുമല്ല, മീലി മുട്ട അല്ലെങ്കിൽ മീലി ബഗ്സ് എന്ന് നമുക്ക് പറയാം. ഇത് നിങ്ങൾക്കല്ല, ചെടി വളർത്തുന്ന എല്ലാവർക്കും തന്നെ ഈ മീലി മുട്ട അറിയാം. കാരണം നമ്മൾ വളരെ വില കൊടുത്തൊക്കെ മേടിച്ച് വയ്ക്കുന്ന ചെടികളിലായിരിക്കും ഒരു ദിവസം നോക്കുമ്പോൾ വെള്ള കളറിലുള്ള ഈ പറയുന്ന ഇൻസെക്റ്റുകൾ വന്നിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ മുട്ടയിട്ട് പെരുകാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ അതിനകത്ത് ഈ ഹോം റെമഡീസ് ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലപ്രദമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അതിനെ ചോടോടുകൂടി പിഴുതെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഇല തന്നെ ഇത് ചെയ്ത് കത്തിച്ച് കളയോ മറ്റോ ചെയ്യുകയാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. അത് മറ്റുള്ള ഇലകളിലേക്ക്, കാരണം ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്ക് ബാധിക്കുവാൻ അല്ലെങ്കിൽ പകരുവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യം, ഈ പറയുന്ന മീലിമൂട്ടകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അന്തരീക്ഷത്തിൻ്റെ ആർദ്രത കൂടുമ്പോഴും അതുപോലെ തന്നെ ചൂട് കൂടുതലുള്ള സമയത്തുമാണ്. ഇനിയിപ്പോൾ ഈ മീലിമൂട്ടകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ വളർന്നു വരികയാണെങ്കിൽ നമുക്ക് കെമിക്കൽസ്, ഈ എന്തെങ്കിലും കെമിക്കൽ കീടനാശിനികൾ, പ്രത്യേകിച്ചും ഈ കോൺഫിഡർ പോലത്തെയുള്ള കെമിക്കലുകൾ, അത് വളരെ 1:1000 എന്ന് പറയുന്ന റേഷ്യോയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു ഇൻസെക്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ താമരയെ ബാധിക്കുന്ന, താമരകളുടെ ഇലകളെ നശിപ്പിച്ച് കളയാൻ സാധിക്കുന്ന ഒരു ഇൻസെക്റ്റാണ് ഈ കാണുന്നവൻ. ഇതിന് ലീഫ് ഹോപ്പേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പുൽച്ചാടികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇവന്മാർ പൊതുവെ അങ്ങനെ നമ്മളെ കൂട്ടമായിട്ടൊന്നും ആക്രമിക്കാറില്ല. ഇവ ഇലയിൽ വന്നിരിക്കും. പക്ഷേ അതെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല ഇതുപോലെ കടിച്ചു തിന്നും. അങ്ങനെ ഇലേനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ വളരെ വൃത്തികേടാക്കി കളയുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ പറയുന്ന ലീഫ് ഹോപ്പേഴ്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ലീഫ് ഹോപ്പേഴ്സുകളെ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനൊരു ചെറിയ നെറ്റിട്ട് പിടിച്ച് അതിനെ കളയുകയാണ് നല്ലത്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ താമരയെ അല്ലെങ്കിൽ ഒരു കൃഷിയെ തന്നെ അപ്പാടെ നശിപ്പിച്ച് കളയാൻ സാധിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു കീടമാണ്. അത് മറ്റൊന്നുമല്ല, യെല്ലോ ത്രിപ്സ്. ഇത് പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവന്നിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഒറീസ അല്ലെങ്കിൽ ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവ വളരെയധികമുണ്ട്. അങ്ങനെ ഇവ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഇല തന്നെ നശിപ്പിച്ച് കളയുവാൻ അല്ലെങ്കിൽ നമ്മുടെ ചെടിയെ, ആ കൃഷിയെ തന്നെ നശിപ്പിച്ച് കളയാൻ അത്രയും പ്രാപ്തിയുള്ള കീടങ്ങളാണ് ഇവ. മഞ്ഞ കളറുള്ള വളരെ ചെറിയ സൂക്ഷ്മജീവികളാണ് ഈ യെല്ലോ ത്രിപ്സ് എന്ന് പറയുന്നത്. ഇവ നമ്മുടെ ഇലകളെ ബാധിച്ച് അത് ഫുൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ അത് പെടാറുള്ളത്. ഇത് ഇലയുടെ കുഴിയുള്ള ഭാഗങ്ങളിൽ, അടിവശത്ത് അല്ലെങ്കിൽ കുഴിയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും മുട്ടയിട്ട് ആദ്യം തന്നെ പെരുകുന്നത്. നല്ല ആരോഗ്യത്തോടെ വളരുന്ന ചെടിയുടെ ഇലകൾ ചുരുണ്ടു പോവുക, അതല്ലെങ്കിൽ അതിൻ്റെ മൊട്ടുകൾ വന്നതിന് ശേഷം മൊട്ട് കരിഞ്ഞു പോവുക, അതല്ല എങ്കിൽ ഇതിൻ്റെ തണ്ടിൽ, ഈ മൊട്ടിലും അതുപോലെ തന്നെ പുതിയ നാമ്പുകൾ വരുന്നതിലുമെല്ലാം ഒരു തവിട്ട് നിറത്തിൽ ഒരു ആവരണം വരിക, ചെടി പൊതുവെ മുരടിച്ച് നിൽക്കുക. ഇതെല്ലാമാണ് ഈ ത്രിപ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ കണ്ടുവന്നിട്ടുള്ള ലക്ഷണങ്ങൾ. വലിയ താമരത്തോട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് രാസകീടനാശിനികളിലൂടെ മാത്രമാണ് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇനി നമുക്ക് ചെറിയ കളക്ഷൻ അല്ലെങ്കിൽ ചെറിയ ടബുകളിലാണ് നമ്മൾ നട്ടിരിക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഇലകൾ അപ്പാടെ മുറിച്ച് മാറ്റി അത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം ആ ചെടി ഒരു പുതിയ മാധ്യമത്തിലേക്ക് മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ നമുക്കിത് ഒരുപാട് വന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ മറ്റൊരു മാർഗവുമില്ലേ? അങ്ങനെ ഒരു ജൈവ രീതിയിൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ജൈവ കീട നിയന്ത്രണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പദാർത്ഥമുണ്ട്. അതാണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഇത് ഡയാറ്റം എന്ന് പറയുന്ന ചില സൂക്ഷ്മജീവികളുടെ ഫോസിലൈസ്ഡ് രൂപമാണ്. ഇത് പ്രകൃതിയിൽ തന്നെ ഉത്ഭവിക്കുന്ന ഒരു പ്രത്യേകതരം പാറകൾ പൊടിച്ചാണ് ഈ ഡയാറ്റമേഷ്യസ് എർത്ത് ഉണ്ടാക്കുന്നത്. ഇവ ഒരു പൗഡർ രൂപത്തിലാണ്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കുന്നത് അങ്ങനെ റെക്കമെൻഡഡ് അല്ല. കാരണം അത് വെള്ളത്തിൽ കലക്കിയാൽ ഒരുപക്ഷെ അതിൻ്റെ ആ എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇഴ അകന്ന ഒരു തോർത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ മുണ്ടിലോ ഇവ ഇട്ട് നല്ലപോലെ ഇല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിവശത്ത് നല്ലപോലെ അതൊന്ന് തളിച്ചു കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പുരട്ടി വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒരു വിധത്തിൽ നമുക്ക് ഈ പറയുന്ന കീടങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും മീലിമൂട്ട അല്ലെങ്കിൽ എഫിഡുകൾ, പിന്നെ ഈ പറയുന്ന ഇലതീന പുഴുക്കൾ, ഇങ്ങനെയുള്ളവയ്ക്കൊക്കെയാണ് കൂടുതലും ഫലപ്രദമായിട്ട് ഇവ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്തരം കീടങ്ങളെയും കീടനിയന്ത്രണങ്ങളെയും പറ്റി നിങ്ങൾ ബോധവാന്മാരായിട്ടിരിക്കുക. കാരണം ഇവ നമ്മൾ ഒരാളുടെ ഒരു ചെടിയിൽ വന്ന് വ്യാപിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ത്രിപ്സ് പോലെയുള്ള കീടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും വളരെ വേഗത്തിൽ അത് വ്യാപിക്കുവാനും അത് നമ്മുടെ ചെടിയെ അല്ലെങ്കിൽ കൃഷിയെ തന്നെ ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: എല്ലാ ദിവസവും അതിൻ്റെ പൂ മാത്രം ആസ്വദിക്കാതെ ഈ ചെറിയ ഇലകൾ, അല്ലെങ്കിൽ എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ പോലും ആ ഇലയുടെ അടിവശവും അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകളോ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും കീടങ്ങളെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അല്ലെങ്കിൽ മുളയിലെ തന്നെ നുള്ളിക്കളയുവാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ കമൻറ്റുകളിൽ കൂടുതലും ആളുകൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ടബുകളിലെ നമുക്ക് മോസ്കിറ്റോസിനെ അല്ലെങ്കിൽ കൊതുകുകളെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ നിന്ന് എൻ്റെ ഒരു ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.